ആയിട്ട് നല്ല വെള്ള മാതിരി നല്ല തൊലിയൊക്കെ ഇങ്ങനെ ഊരി വരില്ലേ, അതുപോലത്തെ രീതിയിലൊക്കെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് വെച്ചാൽ എനിക്ക് ലെങ്ത് അങ്ങനെ വേണമെന്നില്ല, എനിക്ക് തിക്കൻ്റെ ആയിട്ടുള്ള ഹെയർ, എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടം. ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഡേയ്സ് വ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ കുട്ടി ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എന്നോട് നേരത്തെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഹെയർ കെയർ ഒന്നും നമുക്ക് എന്താ പറയുക, വീട്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഹെയർ കെയർ ചെയ്യാനുള്ള ടൈമോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സിറ്റുവേഷനോ ഒന്നും കാണില്ല. ഓക്കെ, അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ഈ ക്ലോറിൻ വാട്ടർ ആയിരിക്കും പൊതുവെ എല്ലായിടത്തും ഉള്ളത്. ഭയങ്കര മോശമായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാട്ടർ നല്ല എന്താ പറയുക, വായിൽ പോലും വെക്കാൻ പറ്റാത്ത രീതിക്ക് ഉപ്പുള്ള അതുപോലെയുള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം മാറുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫും ഹെയർ ഫോളും ആണ്. അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ സാധാ രീതിയിലൊന്നുമല്ല വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് തന്നെ ഇളക്കി വരുന്ന രീതിയിൽ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് നല്ല വെള്ള മാതിരി നല്ല തൊലിയൊക്കെ ഇങ്ങനെ ഊരി വരില്ലേ, അതുപോലത്തെ രീതിയിലൊക്കെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മെഡിസിൻ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാനും ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം ഓൾറെഡി എനിക്ക് നല്ല രീതിക്ക് ഡാൻഡ്രഫ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കാൽപ്പ് തന്നെ ഇളകി വരുന്ന രീതിയിലുള്ള ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ എനിക്ക് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ലെങ്ത് അങ്ങനെ വേണമെന്നില്ല, എനിക്ക് തിക്കൻ്റെ ആയിട്ടുള്ള ഹെയർ, എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ലോങ് ഹെയർ, തിക്കായിട്ടുള്ള ലോങ് ഹെയർ വേണമെന്ന് ആഗ്രഹം. ഓക്കെ, പക്ഷേ വെള്ളമൊക്കെ മാറി കുറേ നാളായിട്ട് ഹെയർ കെയറേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഹെയർ കെയർ വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ ചെയ്യാതിരുന്നിട്ടും എൻ്റെ ഹെയർ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു വെള്ളം മാറിയ ടൈമിൽ എൻ്റെ മുടി നരയ്ക്ക് വരെ ചെയ്തിട്ട് ഒരു മുടി നല്ല രീതിക്ക് നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു നര വന്നതിൻ്റെ റീസൺ ഈ ഒരു വെള്ളം മാറിയതാണെന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയത്. അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കാര്യം പിന്നീട് അതിനുശേഷം നരയൊന്നും വന്നിട്ടില്ല, ഇനി വരുമോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹെയർ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല, ചെറിയ രീതിയിൽ ഒരു ഗ്രേ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലും മോശം അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഷാമ്പു ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല, ഞാൻ ആ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ്, സ്കാൽപ്ലസ് എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞത്. സ്കാൽപ്ലസ് എക്സ്പേർട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡാൻഡ്രഫും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 എക്സ്പേർട്ട് ബെനിഫിറ്റ്സ്. ഇതിൻ്റെ 5 ഗുണങ്ങൾ എന്ന് പറയുന്നത് ആൻറ്റി ഡാൻഡ്രഫ്, ആൻറ്റി റിക്കറൻസ്, അതായത് റിപ്പീറ്റഡായിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിന് ഉണ്ടാവില്ല എന്നിവർ പറയുന്നുണ്ട്. പിന്നെ പ്രിവെൻറ്റ് ഇച്ചിങ്, ഫ്ലേക്കിംഗ് ആൻഡ് സ്കെയിലിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഈ സ്കാൽപ്പേ ഊരി വരുന്നൊരവസ്ഥ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്. ഈ ഇച്ചിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഇച്ചിങ് ഉണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങ് എന്താ പറയുക, നമ്മൾക്ക് ചിലവർക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം വരുമ്പോൾ അവർക്കത് സ്ട്രെസ്സാകാനും ചാൻസ് ഉണ്ട്. അത് സ്ട്രെസ്സ് മൂലം വരുന്നതല്ല ഡാൻഡ്രഫ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാൻഡ്രഫ് മൂലം സ്ട്രെസ്സ് വരുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഭയങ്കരമായിട്ട് ഓവർ ഇച്ചിങ് വരുമ്പോൾ, നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമുക്കത് പറ്റാത്തൊരവസ്ഥയുണ്ട്, ദേഷ്യം വരുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പം അതുപോലുള്ള ഇച്ചിങ്ങൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗൈസ്. ഞാനും അതുപോലെ ഫേസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്കാൽപ്പേ ഊരി വരുന്ന രീതിയിൽ ഇങ്ങനൊന്നും എനിക്ക് ഇവിടെ ഒന്നും ഈ ഒരു വൗരം ഒന്നും എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം നല്ല രീതിക്ക് ഇങ്ങനെ ഈ സ്കാൽപ്പോടെ ഊരി വരുന്ന രീതിക്കായിരുന്നു വരുന്നത്. അപ്പോൾ ഒരു ഫ്ലേക്സ് മാറ്റിയിരിക്കും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും, സ്കെയിലിങ് അതെല്ലാം നമുക്ക് മാറിക്കിട്ടും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ. പിന്നെ പ്രിവെൻറ്റ്സ് ഹെയർ ഫോൾ, പിന്നെ കണ്ടീഷനിങ്, മുടി ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ
എനിക്ക് ഈ ആൻറ്റി റിക്കറൻസിൻ്റെ കാര്യം എനിക്ക് ഇതുവരെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് എനിക്കത് വീണ്ടും വന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ്സ് ഹെയർ ഫോള്. ഓക്കെയാണ്, ഒരു നോർമൽ രീതിക്കൊക്കെ ഹെയർ ഫോള് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ തൊട്ടപ്പോൾ എനിക്ക് ഹെയർ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെയൊക്കെ തൊടുമ്പോൾ നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനിരിക്കുന്ന ചെയറിൽ, എൻ്റെ ബെഡിൽ, ഈ തറയിൽ എല്ലായിടത്തും എൻ്റെ ഹെയർ മാത്രമായിരുന്നു. ഈ കുളിക്കുന്ന ടൈമിലൊക്കെ നല്ല രീതിക്ക് ഹെയർ ഫോൾ കാണും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇത് പറഞ്ഞ രീതിക്ക് തന്നെയായിരുന്നു യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ മുടി നനയ്ക്കുമ്പോൾ നമ്മുടെ നോർമൽ വാട്ടർ എടുക്കാതെ ഒരു ചെറിയൊരു വാം വാട്ടർ എടുക്കുക, ചെറുതായിട്ടൊന്നും ചൂടാക്കി വെള്ളം എടുക്കുക. എൻ്റെ അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ട്രൈ ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് നല്ല രീതിക്ക് പോകും. അത് ഹെയറിന് ദോഷം ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഓവർ ഹീറ്റ് എടുക്കരുത്. അത് നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഓവർ ഹീറ്റ് എടുക്കാതിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് വാം വാട്ടറിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നിങ്ങളുടെ തല നല്ലതായിട്ടൊന്ന് നനച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷാമ്പു കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ആദ്യം കുറച്ച് എമൗണ്ട് എടുക്കുക, വെള്ളത്തിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്യുക, ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക. കുറച്ച് വാം വാട്ടർ ഒഴിച്ചിട്ട് വീണ്ടും കഴുകി കളയുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി കുറച്ച് കൂടുതൽ ഷാമ്പു എടുക്കുക, ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു പച്ചെടുക്കില്ല, ആ ഒരു നമ്മുടെ ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഡാൻഡ്രഫൊക്കെ വരുന്ന രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം ചെയ്യുക. അതായത് ഒരു വീക്കിലി ഒരു 3 times വരും. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സൺഡേ ചെയ്തെങ്കിൽ ഞാൻ പിന്നെ ചെയ്യുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ആ ഒരു രീതിയിൽ ട്യൂസ്ഡേ ആണ് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ ചെയ്തത് ഫ്രൈഡേ ആയിരിക്കും. ആ ഒരു രീതിയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തു പോകും. എക്സാക്ട്ലി ഞാൻ ഒരു രീതിക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്തു. എന്നെ വിശ്വസിക്കാം, കാര്യം എനിക്ക് അതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ 100% റിസൾട്ട് കിട്ടിയിട്ട്. സോ ഞാൻ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നിർത്താമെന്ന് വിചാരിക്കുന്നു. കാര്യം ഇത് നിർത്തിയിട്ട് ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കണം. അത് മാത്രമല്ല എനിക്ക് കുറച്ച് ഹെയർ പാക്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിതിവിടെ നിർത്തുകയാണ്. ഈ ഒരു കോഴ്സ് ഒരു 4 week നമ്മൾ, അതായത് ഒരു മന്ത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ വീക്കിലി വൺസ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. സോ ഞാനിപ്പോൾ ഇതൊരു 1 month ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതൊരു പ്രശ്നമില്ല. ഇനി ഒരു 4 week വീക്കിലി വൺസ് എന്ന മാതിരിയാണ് ഇത് യൂസ് ആക്കുക. സോ ഇനി തൊട്ട് എനിക്കിത് വീക്കിലി 3 വട്ടം ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് വീക്കിലി വൺസ് എന്ന രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഹെയർ പാക്ക് കാര്യങ്ങൾ എനിക്ക് അപ്ലൈ ആക്കി തുടങ്ങുന്ന കാര്യമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് എനിക്ക് മാറ്റിയെടുക്കണം. ഇനി എൻ്റെ പോയ മുടിയൊക്കെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. സോ എനിക്ക് ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്ന ടൈമിലേക്ക് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ കളയാമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരാൾക്കും കൂടി യൂസ്ഫുൾ ആകും. സീരിയസ്ലി ഗായ്സ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് വേറെ ഒരു മാർഗ്ഗമില്ല ഡാൻഡ്രഫ് കാര്യങ്ങൾ കളയാനായിട്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 ആണ്. ഇതിലും കുറഞ്ഞ റേറ്റിൽ മേ ബി മെഡിക്കൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. എനിക്ക് എന്തായാലും 300 കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്കിഷ്ടമായി. എനിക്ക് ഒത്തിരി വിശ്വാസം തോന്നി ഈ ഒരു പ്രോഡക്റ്റിൽ. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആരെങ്കിലും നേരത്തെ ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പുതിയ ടിപ്സും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. ബൈ.